Good afternoon. Good afternoon, miss. വിളിച്ചില്ല. അവിടെ നിന്ന് ചെയ്തിരോ? പക്ഷെ ഈ കട്ടിലിതൊന്നും കാണിക്കരുത്. കട്ടിലിതൊന്നും കാണിക്കരുത്. പറ്റില്ല, വൃത്തിയാവില്ല അല്ലേ? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. സോറി മിസ്സേ, ഞാൻ നമ്മുടെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അത് സാരില്ല. ഞാന് തിങ്കളാഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ലീവായിരുന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ബുധനാഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ലീവ് എടുത്തത്. എന്തായാലും നിങ്ങൾക്ക് ഒരു വൈൻഡ് അപ്പ് ക്ലാസ് തരണമല്ലോ. പിന്നെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ആയിട്ടുണ്ടോ എല്ലാവരും? ഞാൻ റെഡിയാണ്. അറിയില്ല, എല്ലാരും കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റീന്റെ കാര്യം എല്ലാരും പറയുന്നുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളത്. മിസ് തന്നിട്ടായിരുന്നു ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. 4 പേരെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാമെന്ന്. പേര് ഓർമ്മയുണ്ടോ സുജിതയ്ക്ക്? ഇല്ല മിസ്സേ. ഇല്ലല്ലേ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രയർ ചെയ്യാം. പ്രയർ ചെയ്തോളൂട്ട് ഒരാള്. ഞാൻ പാടാമേ. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment. We worship, we astray, guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful. Thank you, Miss. സൈനിങ് ഉണ്ടോ? സുജിത റെഡി ആണല്ലേ ചെയ്യാനായിട്ട്? അതെ മിസ്സേ. സമീർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആക്ടിവിറ്റി? ഇല്ല മിസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഓക്കെ. ലഹാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർമ്മല്ല മിസ്സേ, ഇപ്പൊ തിരക്കാണ്. റെക്കോർഡുകളും വർക്കുകളും ഒക്കെ കൂടെ ചെയ്യുന്നേ. ഓക്കെ. നൂറ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അവരൊന്നും കേറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, അപ്പൊ സുജിത എന്തായാലും സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മിസ്സേ. എത്രാളം പിടിക്കേണ്ട, സമയം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ മിസ്സേ. ഞാനിപ്പോ വീട്ടിലില്ല, അതുകൊണ്ട് അതിന്റെ ഒരു ചെറിയൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ചേച്ചൊന്ന് എന്റെ അമ്മയാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നത്. ക്യാമറ ഒക്കെ പിടിച്ചിരുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ആകെപ്പാടെ വെപ്രാളം ഉണ്ട്, അതിന്റെയാണ്. ഇല്ല, ടെൻഷൻ വേണ്ട, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. സമയമുണ്ട്, കുഴപ്പമില്ല. ഓക്കെ മിസ്സേ.
പിൻ ചെയ്തോട്ടെ ഒന്ന്. ഓക്കെ മിസ്സേ. ഇതാണ് ടവല്. 2 equal size jug, 2 unequal size പേപ്പർ ഗ്ലാസ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ കോൺസെൻട്രേഷനും അതായത് ഓർഡറും പിന്നെ അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. അതുപോലെ അവർക്ക് ലെഫ്റ്റ് ടു റൈറ്റ് കൺസെപ്റ്റ് അത് മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികളുടെ കോർഡിനേഷൻ ഇതെല്ലാം കൂടെ ഒന്ന് മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ഈ ജഗ് നമ്മൾ പിടിക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കുന്നത്. സെയിം തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഈക്വൽ സൈസ് ആയിട്ടുള്ള 2 ജഗ്ഗിൽ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്നത്. ഇനി ഞാൻ സെയിം അല്ലാത്ത 2 ഗ്ലാസ്സിലേക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് 2 സൈസിലുള്ള ബൗളിലേക്ക് നമ്മളിത് ചേഞ്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ സൈസിലേക്ക് നമുക്ക് കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയ സൈസിലേക്ക് വരുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അല്ല, നമ്മുടെ കൈയുടെ ആ ഒരു സൈസ് ബീൻസ് വീഴുന്നതിന്റെ ഒരു ഇതിന്റെയാണ് നമുക്കത് അതിലേക്ക് കറക്റ്റ് ആയിട്ട് വീഴാനുള്ളൊരു ബുദ്ധിമുട്ട് അതിലേക്ക് കാണുന്നത്. സെയിം ഈക്വൽ സൈസുള്ള ജഗ്ഗിലേക്ക് നമുക്ക് മാറ്റുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടികളുടെ ആ ഒരു ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു ആക്ടിവിറ്റി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷനും ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് ആ ഒരു ഓർഡർ ചെയ്യാനുള്ളതും കുട്ടികളെ ഇതിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. സുജിത, നല്ലൊരു ക്ലാപ്പ് കൊടുക്കട്ടോ സുജിതയ്ക്ക്. മിസ്സേ, ഞാൻ ആ പിങ്ക് സ്കീം അതിന്റെ 3 സ്കീം കൂടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് കാണിക്കാമോ? കാണിക്കാം. അത് പക്ഷെ ഞാന് കുറച്ച് വേറെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. അത് കുഴപ്പമില്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പിങ്ക് ചാർട്ട് തന്നെ വാങ്ങിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദ സൺ ഈസ് ഹോട്ട്, അതില് കൺസണന്റും വവലും ആയിട്ട് വരുന്നുണ്ട്. 3 ലെറ്റർ വേർഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ദ ഫാറ്റ് ഹാറ്റ് കാറ്റ്, ദ ഡോഗ് ഈസ് സാറ്റ് ഓൺ ദ മാറ്റ് ഓൺ എ മാറ്റ്, ദ പെൻ ഈസ് ഇൻ ദ ബിൻ, ദ മാറ്റ് ഈസ് റെഡ്, Tom had a car, the cup is hot, the fox can run. പിങ്ക് സ്കീമിൽ ഞാൻ ഇത്രയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലൂ സ്കീം. The tree is green,
crab is in the dick. I have 2 hand. The hand ആണ് നമ്മുടെ ബ്ലൂ സ്കീമിൽ വരുന്നത്. Tank is full. Plum is soft. The doll is cute. Sand is rough. The cone is sweet. Cone ആണ് ഇതില്. The ring is round. The rock is black. The lamp is long. ഇതിലെ വേർഡ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്നു തോന്നുന്നു ബ്ലൂ സ്കീമിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാതിരുന്നത്. ഗ്രീൻ സ്കീമാണ്. ഫസ്റ്റ് ഇ എന്നുള്ള ആ ഒരു ലെറ്ററിൽ വരുന്ന ഞാൻ ചെയ്തത് ആ വേർഡ്സുകളാണ് ചെയ്തിരിക്കുന്നത്. ട്രീ, ഫ്രീ, നീ, മീറ്റ്. നെക്സ്റ്റ് ഓ ഡബിൾ ഓ വരുന്നത്. ഫുഡ്, വുഡ്, സൂ, ലുക്ക്, ബുക്ക്. നെക്സ്റ്റ് IE, ടൈ, ലൈ, വൈ, ലൈവ്. ഇതില് ലൈവ് ഇതിൽ വരുമോ മിസ്സേ? നെക്സ്റ്റ് ആ ഒരു ഇതില് കുറച്ചൊരു 10 വേർഡ്സ് ഞാനത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു. ഫയല്, ടൈറ്റ്, സൈഡ്, വൈഡ്, ടൈം, ലൈഫ്, സൈറ്റ്, ലൈക്ക്, ഡൈവ്. നെക്സ്റ്റ് AI, മെയ്ഡ്, താഴ്ത്തി പിടിക്കാമോ? കുറച്ചും കൂടി താഴ്ത്തി പിടിക്കാമോ സുജിത? ഗെയിം. AY, ക്ലേ, ഡേ, സേ, പ്ലേ. മേ, റേ, സ്പ്രേ, വേ, ലേ, ബേ, സ്റ്റേ, ടുഡേ, ഗ്രേ. നെക്സ്റ്റ് AE, ഡേറ്റ്, എസ്കേപ്പ്, കേക്ക്, വെയിറ്റ്. brave, skate, lake, flame, grade, made, page, cane, kate, base. Next CH, child, chin, chick. SH, shock, ship, shop. ഇത്രയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വൈവ നടക്കുന്ന സമയത്ത് ഇത് വൈവ എടുക്കുന്ന ടീച്ചർക്കൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ആക്ടിവിറ്റി ചെയ്ത കാര്യവും പറയണം. അതുപോലെ തന്നെ ഈ സ്കീമും ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ കണ്ടില്ലേ? നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ സുജിത. ബുക്ക്ലെറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ബുക്ക്ലെറ്റ് പോലെ എന്തായാലും ചെയ്തല്ലോ. ഭയങ്കര സന്തോഷമായി എനിക്ക്. ഇത്രയും പെട്ടെന്ന് ഒരാൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് സമയം എടുത്തൊക്കെയാണ് കുട്ടികൾ ഇത് ചെയ്യാറ്. പക്ഷെ ഒരാഴ്ച പോലും എടുക്കാതെ ചെയ്തല്ലോ. താങ്ക് യു സുജിത. കുറച്ച് ഇന്നലെ രാത്രിയാണ് ഇത് ഫിനിഷ് ചെയ്തത്. ഞാൻ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. എന്തായാലും ഇത് ഇങ്ങനെ ചെയ്താലേ വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ടൈം എടുക്കാൻ നിൽക്കുമ്പോൾ സമയം ഒരുപാട് ആക്ടിവിറ്റീസ് പെൻഡിങ് ആയത് അതുകൊണ്ടാണ്. ദിവസം ഉണ്ട് എന്നുള്ളത്. എന്റെ കാര്യം പറഞ്ഞത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് വാശിക്ക് ചെയ്തതാണ് ഇപ്പൊ ഇതൊക്കെ. ജഗ്ഗൊക്കെ ഞാൻ ഇപ്പൊ പോയി വാങ്ങിയിട്ട് വന്നെയാണ് ഈക്വൽ സൈസിൽ. അതെ. അപ്പൊ വൈവ എടുക്കുന്ന മിസ്സിനോട് പറയണം ഞാനിത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു എന്ന് പറയണം കേട്ടോ. സ്കീമിന്റേതും അതുപോലെ ആക്ടിവിറ്റി. സൗമ്യ, എനിക്ക് ക്യാരറ്റ് കട്ടിങ്ങും മിറർ പോളിഷിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പഴേ കേറാൻ പറ്റിയതേ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാമോ? ചെയ്യാമോ? ഓക്കെ. ചെയ്തോളൂ കേട്ടോ. ചെയ്യാമേ. ഞാൻ ഇതൊന്ന് ക്യാമറ ഓക്കെ ധൃതി പിടിക്കേണ്ട. സമയം എടുത്ത് ചെയ്താൽ മതി. കുഴപ്പമില്ല. ഓക്കെ. മാം ഞാൻ ഇതാക്കിയിട്ട് ഞോക്കായിട്ട് ഞാൻ വോയിസ് ഇടാമേ. ഞാൻ ബാക്ക് ക്യാമറ ആക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആക്കിക്കോട്ടെ. ഓക്കെ.
വേറെ ആരെങ്കിലും പ്രിപ്പയർ ആണോ ചെയ്യാനായിട്ട്? എനിവൺ? മാം ഇതിന്റെ ബാക്ക് ക്യാമറ എനിക്ക് ആക്കാൻ പറ്റുന്നില്ലല്ലോ മാം. ഇതിന്റെ അത് വീഡിയോ ഓൺ ആക്കുമ്പോൾ മേലെ ഉണ്ട്, നമ്മുടെ സ്ക്രീനിന്റെ മേലെ ഉണ്ട് ആ ഓപ്ഷൻ ബാക്ക് ക്യാം ആക്കുന്നത്. ഓക്കെ, വന്നല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ വന്നു. ഓക്കെ, ഞാനൊന്ന് പിൻ ചെയ്യട്ടെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ മാം? കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് ചെയ്താൽ മതിയോ? കാണാമോ? അത് നേരെ വെക്കണമെന്ന് തോന്നണം അല്ലേ? എന്താണ് സുരിത ചെയ്യാൻ പറ്റുക? ഓക്കെ. പക്ഷെ ക്യാരറ്റ് കട്ടിംഗ് എന്ന് പറയുമ്പം ഒരാള് കട്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുമ്പം തിരിച്ചു തരാനൊന്നും ആരുമില്ല. ക്യാമറ ഇപ്പൊ അതിനനുസരിച്ച് ഞാൻ പറയാം, എന്തിന്റെങ്കിലും മേലെ കട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മേലെ ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ക്യാമറ അതിലേക്ക് പോസ് ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ വെക്കാനുള്ള സംവിധാനം ഇങ്ങനെ പിടിച്ചോണ്ട് ചെയ്താൽ മതിയോ മാം? ഇങ്ങനെ കാണാമോ? മതി, കാണാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മിറർ പോളിഷിംഗ് ആണ് മാം. ഇത് മിറർ ആണ്. ഞാൻ കോട്ടൺ വെച്ചിട്ടാണ് ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത്. കാണാൻ പറ്റുന്നില്ലല്ലോ സൗമ്യ? എന്തോ പറ്റുന്നുണ്ടോ മാം? ഇപ്പൊ പറ്റുന്നുണ്ട്. ആദ്യം ഞാൻ ഇതിലേക്ക് കുറച്ച് സാനിറ്റൈസർ സ്പ്രേ ചെയ്യാണ്. ഇങ്ങനെയൊക്കെ ആണോ മാം? എനിക്ക് അറിഞ്ഞുകൂടാ. ചെയ്തോളൂ, കുഴപ്പമില്ല, ചെയ്തോളൂ. അതിനുശേഷം കോട്ടൺ എടുത്തത് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്യാണ്. അതിനുശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിനുശേഷം ഇത് നന്നായി ഓക്കെ മാം. നെക്സ്റ്റ് ക്യാരറ്റ് കട്ടിംഗ് ആണേ. ചെയ്യാൻ പറ്റുമോ സൗമ്യക്ക്? ഫോൺ പിടിച്ചോണ്ട് ചെയ്യാൻ സാധിക്കുമോ ക്യാരറ്റ് കട്ടിംഗ്? ഞാൻ ഒന്ന് പീൽ ചെയ്തു, ഒന്ന് പീൽ ചെയ്യാതെയും വെച്ചിട്ടുണ്ട് ക്യാരറ്റ്. ഏതാണ് വേണ്ടത്? അപ്പം പീൽ ചെയ്തതാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മതി. കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചെയ്താൽ മതി. ഇത് ഞാൻ പീൽ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് ആണേ. ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നോണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ.
ഓക്കെ മാം, ഇതിനെന്താ എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ചെയ്തല്ലോ, അത് തന്നെ ധാരാളം കേട്ടോ. ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നല്ലോ, അത് തന്നെ മതി. മാം തിങ്കളാഴ്ചയായിരുന്നല്ലോ പറഞ്ഞിരുന്നേ. അന്ന് ഞാൻ ആ, മോനെ ഇതിൽ വിടാതെ മോനെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ അന്ന് മാമിന്റെ ക്ലാസ് സോറി കേട്ടോ, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഒന്ന് പിടിച്ചു തരാൻ വേണ്ടി അന്ന് മോനെ ഞാൻ വിട്ടില്ലായിരുന്നു. മോൻ അവൻ 8 വയസ്സ്, അവൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പിടിച്ചു കൊടുക്കാം, അവൻ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്നപ്പം മിസ്സിന് വരാൻ പറ്റാഞ്ഞോണ്ട് പിന്നെ ഇപ്പം എനിക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ട് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ല ഒന്നും. അതിൻ്റെതായ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കണേ മാം. ഇല്ല ഇല്ല, ഇത് തന്നെ ചെയ്തല്ലോ, ഇത് തന്നെ വലിയ കാര്യം കേട്ടോ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കട്ടെ സൗമ്യക്ക്. ഒരു സെക്കൻഡ്, ഞാനിപ്പോ വരാം കേട്ടോ, ഒന്ന് പെൻ എടുത്തിട്ട് വരട്ടെ. താങ്ക് യു. സൗമ്യ ആർന്ന് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന പേര്? അതെ അതെ. ഓക്കെ, ഇവിടെ സുജിത ചിഞ്ചു തന്നെയാണോ? എന്തോ? അല്ല മിസ്സേ, സുജിത ചിഞ്ചു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്നത്? സുജിത ടി ജി, അത് Okay, മെയിൽ ഐ ഡി ആണ്. സൗമ്യ ആറ് സുജിത ടി ജി. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിങ്ങനെ ചെയ്യാനായിട്ട്? വേറെ ആരെങ്കിലും റെഡി ആണോ? ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല? സെക്കൻഡ്. ഒരു മിനിറ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? ചെയ്യാൻ പറ്റുമോ മാം? ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടത് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലാസ് തീരുന്നതിന് മുമ്പ് ചെയ്താൽ മതി മാം. ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ മതി മതി, ക്ലാസ് തീരുന്നതിന് മുമ്പ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഞാനിത് ബീഡ്സ് കൊണ്ട് ചെയ്തതാണ്. എക്സ്ട്രാ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെ കുറച്ച് ആ ഒരു ബീഡ്സ് കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബേർഡ്സിന് എന്തെങ്കിലും സ്പ്രിങ് ചെയ്തിരിക്കുന്നല്ലേ, ബീഡ് സ്പ്രിങ് അല്ലേ? അതെ മിസ്സേ, അതെ അതെ. ഓക്കെ, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അനീഷ ക്ലാസ് തീരുന്നതിന് മുമ്പ് നമുക്കൊരു ആക്ടിവിറ്റി കാണിച്ചു തരും. അപ്പൊ നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 4 റിവിഷൻ തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ? പാർട്ട് 4 തന്നിട്ടുണ്ടായിരുന്നോ റിവിഷൻ? ഇല്ല മിസ്സേ. പാർട്ട് 2 ആണ് തന്നത് അല്ലേ? പാർട്ട് 1ഉം പാർട്ട് 2ഉം തന്നായിരുന്നു. ഡിഫൻസ് മെക്കാനിസത്തിന്റെ പറഞ്ഞായിരുന്നോ പ്രധാനപ്പെട്ട പോയിന്റ്സ്? ഇല്ല മിസ്സേ, നമ്മൾ അത് ചെയ്യാന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റ് പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ.
ഡിഫൻസ് മെക്കാനിസം ചാപ്റ്റർ എടുക്കുക കേട്ടാ. ഓക്കെ, ഇപ്പോ ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ട് നമ്മള് ക്ലാസ് എടുത്ത സമയത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ആണ് അല്ലെ, നമ്മളെ സംരക്ഷിക്കുന്നതല്ലേ, നമ്മുടെ മനസ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ആ രീതിയിൽ ചിലപ്പോൾ ചോദ്യം വരാം അല്ലെ. ഡിഫൻസ് മെക്കാനിസം ഈസ് ഓൾസോ നോൺ ആസ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് ഓർ ഡിഫൻസ് മെക്കാനിസം, മെന്റൽ മെക്കാനിസം, അല്ലെങ്കിൽ ഡൈനാമിസം. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ആളുകൾക്ക് ഒരു സൈക്കോളജിക്കൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറേയധികം ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് താഴെ പറയുന്നുണ്ട്. അപ്പോ എല്ലാ ഡിഫൻസ് മെക്കാനിസവും അതിനകത്ത് നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 12 ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ്. ഈ 12 ഡിഫൻസ് മെക്കാനിസവും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. ഒറ്റെണ്ണം പോലും വിടരുത്. ഏതിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ചിലപ്പോ ഈ ഒരു പാരഗ്രാഫിൽ ചോദിക്കുന്നത് പോലെ തന്നെ, ഈ പാരഗ്രാഫിൽ ഉള്ളത് പോലെ തന്നെ ചിലപ്പോൾ ചോദിക്കാം, ഷോർട്ടായിട്ട് ചോദിക്കാം. കോമ്പൻസേഷൻ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റാഷണലൈസേഷൻ ചോദിക്കാം, ചിലപ്പോ എക്സാമ്പിൾ ചോദിക്കാം. ഒരു എക്സാമിന് തോറ്റ കുട്ടി, ഫെയിൽ ആയിട്ടുള്ള കുട്ടി, ആ കുട്ടിയുടെ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അതായത് പിന്നീട് എക്സാം എഴുതാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നു. അപ്പോ ഇത് വിച്ച് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്ന് ചോദിക്കാം, ആ ഒരു എക്സാമ്പിൾ തന്നിട്ട് അങ്ങനെ ചോദിക്കാൻ ചോദ്യം. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ഷൻ എന്താണ്, അതിനുള്ള എക്സാമ്പിൾ, അതായത് ഈ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഐഡന്റിഫിക്കേഷൻ എന്താണ്, സബ്ലിമേഷൻ എന്താണ്, പിന്നെ അതുപോലെ തന്നെ റിപ്രഷൻ, അതായത് സിഗ്മണ്ട് ഫ്രോയിഡ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതിൽ പെടുന്നതാ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സെന്റൻസ് വരുന്നത് ഏതാ? റിപ്രഷൻ. ഫാദർ ഓഫ് സൈക്കോളജി ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിമ്പത്തിസം എന്താണെന്ന് ചോദിക്കാം. അപ്പോ എല്ലാ പാരാഗ്രാഫും, അതായത് ഓരോ ഡിഫൻസ് മെക്കാനിസവും, ഒരു ഡിഫൻസ് മെക്കാനിസവും നിങ്ങൾ വിട്ടുകളയരുത്. എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോ എല്ലാ ഡിഫൻസ് മെക്കാനിസവും അരച്ച് കലക്കി കുടിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാരും നോക്കില്ലേ? ചിലതിൽ എക്സാമ്പിൾ ചോദിക്കാം, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ സഹിതമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് എക്സാമ്പിൾ ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ ഒരു രീതിയിലാണ് ഡിഫൻസ് മെക്കാനിസം. അപ്പോൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലാസ് എടുത്ത് തന്നപ്പോൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഡിഫൻസ് മെക്കാനിസത്തെ നമ്മൾക്ക് വിരുക്കിയെടുക്കാനുള്ള ഏക വഴി. ക്ലിയർ ആണോ? നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ മിസ്സേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയി ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ തന്ന എക്സാമ്പിൾ ഒക്കെ ഉണ്ടാവും ചിലപ്പോ. മറ്റേ ഞാൻ കുറേയധികം എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നില്ലേ, പ്രൊജക്ഷൻ പറഞ്ഞപ്പോഴും ഐഡന്റിഫിക്കേഷൻ പറഞ്ഞപ്പോഴൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കാം. കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി ചെയ്തായിരുന്നു എല്ലാവരും? 2 പേര് ചെയ്തു. ഹാഷ്മി റെഡിയാണോ ചെയ്യാനായിട്ട്? വൈഫൈ കട്ടായിരുന്നു, ഇപ്പൊ വന്നോളൂ മാം, അതാ ലേറ്റ് ആയിട്ട്. സോറി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, എന്നാ ചെയ്തോളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് ഹാഷ്മി? എന്റെ സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ മാം.
കാണുന്നുണ്ടല്ലോ മാം. കാണുന്നുണ്ട്. Good afternoon, children. Here I'm going to teach you how to unscrew and screw the bottle caps. Okay? So let's check how to do this activity. For this activity, we need a small mat, basket, and unsorted bottles. Okay? First, I'm going to take this bottle one by one. Okay? And I'm keeping on this mat. Okay. Then I'm going to unscrew this bottle caps. Okay. So this is the way how we hold the bottle. Okay. So I'm unscrewing the bottle caps and placing on the mat. Okay. Next one. Okay. And I'm going to tap my 2 fingers and take this bottle and just circle and check whether the bottle cap. Okay. So I'm screwing the bottle cap. Okay. Next one. Take these 2 fingers and just rub on this. Okay. And I'm checking. Okay. And screwing the bottle caps. Taking next one. Okay. Last one. Okay. This is the cap. And screwing the bottle caps. Okay. Now I'm going to keep on this basket. Okay. You see this? Okay. This is the way how we unscrew and screw the bottle caps. Okay. Did you understand? Yes, Okay. ma'am. Okay. Thank you. Thank you, miss. വെരി ഗുഡ്, നന്നായിരുന്നു കേട്ടോ. Thank you. പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്? നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ മൺഡേക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. പിന്നെ മാം അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഫ്രൈഡേ ആണെന്ന് വെച്ചാൽ ഫ്രൈഡേ എനിക്ക് ഹോസ്പിറ്റലില് സ്കാനിങ്ങിന് പോകേണ്ട ദിവസമായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടാവോന്ന് വിചാരിച്ചപ്പോ ഇന്നൊന്നും കുഴപ്പമില്ല. പിന്നെ ആണെങ്കിൽ നെറ്റ് ഉണ്ടായില്ല, വൈഫൈ കട്ടായി പോയി. അപ്പൊ ഇപ്പൊ വന്നുള്ളൂ, അതാ ലേറ്റ് ആയത്. പ്രഗ്നന്റ് ആണ് ലക്ഷ്മി? പ്രഗ്നന്റ്. ഞാൻ അന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ? വന്നിട്ടുണ്ട്. ഇപ്പൊ എത്ര മന്തായി? ഇപ്പൊ 9th കിടന്നു. ഡേറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിസംബർ ലാസ്റ്റ്, ഡിസംബർ 28. അതെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു ലക്ഷ്മി, നന്നായിരുന്നു. താങ്ക് യു ചേച്ചി. ഇതുപോലെ പ്രസന്റേഷൻ ചെയ്യാനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്താണ്. ഇവിടെ അനിയന്റെ കുഞ്ഞു മോനുണ്ട്, അവന്റെയാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വന്നേ. അതുകൊണ്ട് ആകെപ്പാടൊരു ഞാൻ ആകെ ഇതായി പോയി, എന്റെ കോൺസെൻട്രേഷൻ പോയി. എന്തായാലും നന്നായിട്ട് ചെയ്തവരൊക്കെ നന്നായിട്ടാണ് കേട്ടോ ചെയ്തത്. ഓക്കെ.
ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 4 ആണ് കേട്ടോ. മൊഡ്യൂൾ 1 പാർട്ട് 4ലെ ചാപ്റ്റേഴ്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഓക്കെ, സ്കൂൾ മാനേജ്മെന്റില് നമ്മള് ചിലപ്പോ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സ്കൂൾ മാനേജ്മെന്റ്? താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് നോക്കിയാൽ നിങ്ങള് ഇതൊക്കെ സ്കൂൾ മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണോ? ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് ഒക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്ലാസ് റൂം മാനേജ്മെന്റ്, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്, ഓഫീസ് മെയിൻ്റനൻസ്, ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്, ഡിസിപ്ലിൻ മെയിൻ്റനൻസ്, പാർട്ടി ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഓക്കെ, ദെൻ അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ് ആണ്.
നമുക്ക് 3 ടൈപ്പിലുള്ള ക്യാൻവാസിംഗ് ആണുള്ളത്. ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, ഇൻഡോർ ക്യാൻവാസിംഗ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ക്യാൻവാസിംഗ് ഉണ്ട്. അപ്പോ ഇത് മൂന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെക്കുക. എന്താണ് ഇൻഡോർ ക്യാൻവാസിംഗ്, അല്ലെങ്കിൽ എന്താണ് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ്, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്താണ്? അപ്പൊ 3 ടൈപ്പ് ആണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസ്. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ബിൽഡിംഗ്, ഷെഡ്, ടെമ്പററി ബിൽഡിംഗ്, ടോയ്ലറ്റ്സ്, യൂറിനൽസ്, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സോഴ്സസ്, വരാന്താസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത്സ് എക്സെട്ര. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസിൽ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത്, ഇതിനകത്ത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ടീച്ചേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? അവർ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ടീച്ചേഴ്സ് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട്? ഈ പാരഗ്രാഫിലുള്ളത് എന്തൊക്കെയാ? ഗോസിപ്സ്, അതുപോലെ ഗോസിപ്പ്, ഇതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ സ്കൂൾ മാനേജ്മെന്റിന്റെ. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ഓഫീസ് മാനേജ്മെന്റ് ആണ്. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് അതിനകത്ത് ഫസ്റ്റ് തന്നെ പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ദ വേർഡ് ഓഫീസ് മാനേജ്മെന്റ് മീൻസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, ഡിസിഷൻ മേക്കിംഗ്. ആ 3 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാം, അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള രജിസ്റ്ററുകളെ കുറിച്ച് ചോദിക്കാം. നമ്മളെ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ഫസ്റ്റ് പോയിന്റ്, ദ വേർഡ് ഓഫീസ് മാനേജ്മെന്റ് മീൻസ് മെയിൻറ്റെയിനിങ് ദ സ്റ്റാഫ്, മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ്, ഡിസിഷൻ മേക്കിംഗ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഇപ്പൊ ഇതില് നമ്മളൊരു അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ പറയുന്നതിൽ മിസ് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു സ്റ്റുഡന്റിന്റെ മാത്രമായിട്ട് ചെയ്താൽ മതി. കാരണം ഞാൻ ചെയ്തിട്ടില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതിൽ ചെയ്യാൻ പോകുന്നുള്ളൂ. 2-3 ആക്ടിവിറ്റീസ് ഇതുപോലത്തെ ചെയ്യാനുണ്ട് രജിസ്റ്ററിന്റെ. അത് മതിയാവും, കുഴപ്പമില്ല. സമയം അനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ മിസ്, താങ്ക് യു. പിന്നെ അതുപോലെ തന്നെ അറ്റൻഡന്റ് എന്തൊക്കെ രജിസ്റ്റേഴ്സ് ആണ് സ്കൂളിൽ സൂക്ഷിക്കുന്നത്? അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ ഉണ്ട്, സ്റ്റാഫിന്റെ ലീവ് രജിസ്റ്റർ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാം. ഓക്കെ, അതിനകത്ത് അറ്റൻഡൻസ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ മിറർ എന്താണ്? മിറർ എന്ന് പറഞ്ഞാൽ എന്താ? ഡീറ്റെയിൽസ് അബൌട്ട് ദി സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ്? ഓക്കെ, നമ്പർ ഓഫ് ഡെസ്ക്, ബെഞ്ചസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ്, മാർക്ക് രജിസ്റ്റർ. പിന്നെ മാർക്ക് രജിസ്റ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ചോദ്യം ചിലപ്പോൾ വരാം. ഫീസ് കളക്ഷൻ രജിസ്റ്റർ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ടു ടേക്ക് അറ്റൻഡൻസിൽ സിമ്പിൾസ് ചോദിക്കും. ഓക്കെ, സിമ്പിൾസ് ചോദിച്ചിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ ഓപ്ഷനിൽ ഉണ്ടാകാം ഫുൾ പ്രസന്റ്, മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. അപ്പൊ ഏതാണോ ആ സിമ്പിള് അതിനനുസരിച്ച് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ ഫുൾ അറ്റൻഡൻസിന്റെ സിമ്പിൾസ്, ഞാൻ ഈ സിമ്പിൾസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നത്. ഓർമ്മയുണ്ടോ? അസൈൻമെന്റ് തന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ സിമ്പിൾസ് എളുപ്പത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് തന്നത്. കാരണം അത് എക്സാമിന് ചോദിക്കും, അതുകൊണ്ടാണ് അത് അന്നേരത്ത് തന്നത്. അപ്പോ ഈ സിമ്പിൾസുകളെല്ലാം തന്നെ വിട്ട് കളയരുതൊന്നും തന്നെ, എല്ലാനും ഇമ്പോർട്ടന്റ് ആണ്. ഏത് സിമ്പിൾ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ അതാണ് സെക്കൻഡ് ചാപ്റ്റർ. പിന്നെ നമുക്ക് തേർഡ് ചാപ്റ്ററിലോട്ട് പോകാം, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്. ഓക്കെ, ഇതിനകത്ത് ആദ്യത്തേത് ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് ആണ്. എന്തൊക്കെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാൻ എന്ന് ചോദിച്ചാൽ അത് വർക്ക് ഫാക്ടർ ഉണ്ട്, അതുപോലെ സ്റ്റാഫ് ഫാക്ടർ, കോസ്റ്റ് ഫാക്ടർ, അതുപോലെ എക്വിപ്മെന്റ് ഫാക്ടർ, ടൈം ഫാക്ടർ. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കേണ്ടതുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ പ്രധാനമായിട്ട്, അതായത് ആ ഒരു പാരഗ്രാഫ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ആയിട്ട് ഒരു സ്കൂൾ ഹെഡ് ആണ് ഫിനാൻഷ്യൽ പോളിസി അല്ലെങ്കിൽ സ്കൂൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഫീസുകളെ നമ്മൾ കുറെ അധികം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഓപ്പണിംഗ് ഫീസ് എന്താണെന്ന് ചോദിക്കാം, ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ് എന്താണെന്ന് ചോദിക്കാം, എക്സാം ഫീസ് എന്താണെന്ന് ചോദിക്കാം, എക്സാം ഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പെടുന്നതെന്ന് ചോദിക്കാം, യൂണിഫോം ഫീസ് ചോദിക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടൂറുകൾ, പലതരത്തിലുള്ള ടൂറുകൾ നടത്തുന്നുണ്ട് അല്ലെ. ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ലോക്കൽ ടൂർ എന്താണെന്ന് ചോദിക്കാം. അതിന് എക്സാമ്പിൾ ചോദിക്കാം. ലോക്കൽ ടൂറിന്റെ എക്സാമ്പിൾ ചോദിക്കാം. ഏതാണ് ലോക്കൽ ടൂറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം നമ്മള്? നമ്മുടെ ടൗണിന്റെ ഉള്ളിൽ തന്നെയുള്ള സന്ദർശിക്കുന്നത്. യെസ്, നമ്മുടെ അതായത് ഒരു ലൊക്കാലിറ്റി, ഒരു പ്ലേസിനുള്ളിൽ നമ്മുടെ അധിക ദൂരമല്ലാതെ അടുത്ത് തന്നെയുള്ള പ്ലേസുകളിലേക്കാണ് നമ്മൾ ലോക്കൽ ടൂർ പോവുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്സാമ്പിൾ ചോദിക്കാം. പിന്നെ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്താണെന്ന് ചോദിക്കാം. പിന്നെ ടീച്ചർ ടൂർ ആരാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ടീച്ചർ ടൂർ അറേഞ്ച് ചെയ്യുന്നേ? ടീച്ചർ ടൂർ മാനേജ്മെന്റ്. മാനേജ്മെന്റ് അല്ലെങ്കിൽ കറസ്പോണ്ടന്റ് എന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം, കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് പ്രൊഫൈൽ വരെയല്ലേ എടുത്തത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഫേമസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൈക്കിള് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? കുറെ പേരുടെ പേരുകളൊക്കെ ഉണ്ടാവാം. ആരാ നമ്മൾക്ക് പഠിക്കാനുള്ളത്? കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആരുടെ മോഡലാണ്? ഷാലൺ വീവർ മോഡലാണ് കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സെന്റർ ആരാണെന്ന് ചോദിക്കാം. സെന്റർ ഇസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ഫില്ലിംഗ് ദ ബ്ലാങ്ക് വന്നിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. എൻകോഡ് എന്താണെന്ന് ചോദിക്കാം, മെസ്സേജ് എന്താണെന്ന് ചോദിക്കാം, ദെൻ ചാനൽ എന്താണെന്ന് ചോദിക്കാം, ഡീകോഡ്, റിസീവർ. ഓക്കെ, ഫീഡ്ബാക്ക് എന്താണ്? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതികളിലൊക്കെ ചോദ്യം വരാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് റീഡിങ്. ഈ 3 കാര്യങ്ങൾ നോക്കി വെക്കണം കേട്ടോ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ചോദിക്കാം. എന്താണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. പിന്നെ ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ചോദിക്കാം. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. അപ്പോൾ അത് എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ എല്ലാവരും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതൊന്നും വിട്ടുകളയരുത്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മാസ് ഓർ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ദ മാനേജ്മെന്റ്. സിംഗിൾ പേഴ്സൺ മാനേജ്മെന്റ് എന്താണ്? അസോസിയേഷൻ, ട്രസ്റ്റ് ഓർ സൊസൈറ്റി, റിലീജിയസ് ഗ്രൂപ്പ്, അതൊക്കെ എന്ത് ചെയ്യാം? ചോദിക്കാവുന്ന ഏരിയയിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വൺ യൂണിറ്റ് 5 ആണ് ഡെവലപ്മെന്റ് പ്രൊഫൈൽ. ഡെവലപ്മെന്റ് പ്രൊഫൈലില് കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് ചോദിക്കാം. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ്, അതൊക്കെ നോക്കാം, ചോദിക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചോദിക്കാം. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. പിന്നെ ടൈം ടേബിൾ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ. ടൈം ടേബിൾ എന്ന് പറയുന്നത് ദ ടൈം ടേബിൾ ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഷോയിങ് ദ ഷെഡ്യൂൾ ഓഫ് ടൈം അലൊക്കേഷൻ ടു വേരിയസ് സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ്. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ.
ഓക്കെ. പിന്നെ സെക്കൻഡ് ക്ലോക്ക് ആണ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ക്ലാസ് ടൈം ടേബിൾ? എത്ര ടൈം ടേബിൾ ഉണ്ടായിരിക്കണം ഒരു സ്കൂളിന്? അറ്റ്ലീസ്റ്റ് എത്ര ടൈം ടേബിൾ ഉണ്ടായിരിക്കണം? പഠിച്ചതാണ് നമ്മള്. 3 ആണ് അല്ലെ? ഓക്കെ. അതിനകത്ത് ക്ലാസ് ടൈം ടേബിൾ എന്താണ്? ക്ലാസ് ടൈം ടേബിൾ ചോദിക്കാം അല്ലെ? ദിസ് ഇസ് മെന്റ് ഫോർ ദ ക്ലാസ്സസ്. ഓക്കെ. അപ്പൊ ഡാഷ് ഇട്ടിട്ട് ചിലപ്പോൾ ചോദിക്കാം, ആ ഒരു സെന്റൻസ് ചോദിക്കാം. പിന്നെ ടീച്ചർ ടൈം ടേബിൾ എന്താണ്, മാസ്റ്റർ ടൈം ടേബിൾ എന്താണ്, അതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ ചാപ്റ്റർ ഒന്നും എടുത്തിട്ടില്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ എന്റെ ചാപ്റ്റർ പാർട്ട് 4 മിസ് ആ ഈ ചാപ്റ്ററിൽ നിന്നാണോ മിസ് നമുക്കൊരു അപ്ലിക്കേഷൻ ഫോർ ജോബും ഈ ലീവ് അതെ, ലെറ്ററിന്റെ അതെ. ഒക്കെ ആക്ടിവിറ്റി അത് ഏതൊക്കെ അതെ. ഒന്ന് അതൊന്ന് പറഞ്ഞുതരും, ഏതൊക്കെയാ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേന്ന്? അത് ഞാൻ ബയോഡേറ്റ, അതായത് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ ഫോം റെഡിയാക്കാനാണ് പറഞ്ഞത്. ബയോഡേറ്റ അറ്റാച്ച് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി, ജോബ് ആപ്ലിക്കേഷന്റെ? അത് മതി. അത് മാത്രം ചെയ്താൽ മതി. അത് മാത്രമല്ലേ തന്നുള്ളൂ? വേറെ ലീവ് ആപ്ലിക്കേഷൻ തന്നില്ലല്ലോ? ലീവ് ഇല്ല. ലീവ് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞു. ലീവ് ആപ്ലിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ടുണ്ടായിരുന്നു. അത് ടൈം പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. ടൈം പോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. ലീവ് ആപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു സുജിത കേട്ടോ. ഇത് പല ക്ലാസ്സിനും കൊടുക്കുന്നോണ്ടേ ഏതിലൊക്കെയാണ് കൊടുക്കുന്നത് ആക്ടിവിറ്റിയും ചോദിക്കുമോ വൈവയ്ക്ക്? വൈവിക്ക് ചോദിക്കും. ആക്ടിവിറ്റീസ് ഒക്കെ എത്രമാത്രം ചെയ്തു എന്നുള്ളതൊക്കെ ചോദിക്കും, കാണിക്കാനൊക്കെ പറയും. ഓക്കെ. അപ്പൊ അതിനനുസരിച്ച് മാർക്ക് കിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി, നിങ്ങൾ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാനപ്പോ അതാണ് സുജിതനോട് പറഞ്ഞത്, പിങ്ക് സ്കീം ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, പ്രത്യേകിച്ച് എടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് മാർക്ക് അവിടെ കൂടുതൽ കിട്ടാം. അത് വൈവ എടുക്കുന്ന ടീച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. ഓക്കെ. കഴിയുന്ന ടൈം, അതായത് ടൈം കളയാതെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണെന്ന്. ഇനി നമ്മളിനി കോൺവെക്കേഷൻ ആയിരിക്കും കാണുന്നത്. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുക കേട്ടോ. ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. വാരി വലിച്ചൊക്കെ പഠിക്കാതെ മാക്സിമം സമയം എടുത്തിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കുറെ അധികം വായിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വായിക്കുന്നത് കുറച്ചാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകണം. ഓക്കെ. അപ്പൊ സമയമില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇങ്ങനെ വാരി വലിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാരും കൂടി മിക്സ് ആവും, നമുക്കൊന്നും കിട്ടില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അങ്ങനെ ചെയ്യരുത്. കുറച്ചു കാര്യങ്ങളാണെങ്കിലും അത് നല്ല വ്യക്തതയായിട്ടും കൃത്യതയോടും കൂടി പഠിക്കാം കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ഏരിയ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ ഇമ്പോർട്ടന്റ് ഏരിയ ആദ്യം കവർ ചെയ്യുക, അതിനുശേഷം ബാക്കിയുള്ളത് വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നന്നായിട്ട് എക്സാം എഴുതുക. പിന്നെ അതുപോലെ തന്നെ വൈവ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. വൈവ സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. പേടിച്ചൊന്നും ഇരിക്കരുത്. നല്ല കോൺഫിഡന്റ് ആയിട്ട് ഞങ്ങൾക്ക് എന്നാ വരിക വൈവയുടെ? വൈവ നിങ്ങൾക്ക് ടേം എക്സാം കഴിഞ്ഞതിന് ശേഷം വരുമായിരിക്കും. ടേം എക്സാമിന് ശേഷം. ഇന്നലെ ജിഷമാൻഡി ചോദിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു 9th കഴിഞ്ഞു ഉടനെ ഡിസംബർ 1st വീക്ക് തന്നെ കാണും എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ടേം എക്സാം ഇപ്പൊ ആവുമല്ലോ. എന്നാലും ടേം എക്സാം എന്താണ് 2ാം തീയതിയോ? അതെ അതെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 9th വൈവ മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു അധികം ആരും ഇല്ലെന്ന് തോന്നുന്നു വൈവ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഒരുവിധം എല്ലാവരുടെയും ആയത് കേട്ടോ. അപ്പൊ വൈവ നല്ല കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. വൈവ നമ്മള് പ്രസന്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. പിന്നെ വർക്കുകളൊക്കെ കാണിച്ച് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക വൈവക്ക് മുമ്പായിട്ട്. പിന്നെ അസൈൻമെന്റുകളും സെമിനാറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ടീച്ചർ ആരാണോ അവരുടെ മുമ്പിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി കോൺവെക്കേഷന് കണ്ടുമുട്ടാം കേട്ടോ. എല്ലാവരും കോൺവെക്കേഷന് വരില്ലേ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട്?
ഞങ്ങൾ വരും ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞു. ഫെബ്രുവരിയിലാണെങ്കിൽ എന്റെ കാര്യം ഉറപ്പില്ല. ആ ഓക്കെ. അപ്പൊ നമുക്ക് പക്ഷെ അന്ന് മോക്ക് കാണാം. ടെസ്റ്റിലത്തെ പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. ബ്രാക്കറ്റ് ഒക്കെ ഉള്ള. കോൺവെർസേഷൻ വരുന്നത് ഏത് മന്തിലായിരിക്കും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്? അത് നിങ്ങളുടെ എക്സാം കഴിയുന്നതിനനുസരിച്ചിരിക്കും. എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാം കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി അധികം ലാഗില്ലാതെ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ 8ന്റെ കോൺവെക്കേഷൻ കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു MT8ന്റെ. ഇനി MT9ന്റെ മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അടുത്തത് അവരുടെ ആയിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ. അധികം ലാഗ് ഉണ്ടാവില്ല എന്തായാലും. ജനുവരി ഒക്കെ ഫെബ്രുവരി ഒക്കെ ആവുമ്പോ കിട്ടുമായിരിക്കും. മിസ് PG ക്ലാസ് ഉണ്ടാവില്ലേ? ആ PG ക്ലാസ് ഉണ്ടാവും. ഈ PG class 10th ഇതിന്റെയാണ് ഇപ്പൊ മിസ് ക്ലാസ് ഇന്നത്തോടെ കഴിയുന്നത്. അതെ MT10ന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്ന് ഇവിടെ തീരുവാണ് കേട്ടോ. ഓക്കെ മിസ്. മിസ്സിന്റെ ക്ലാസ് എന്തായാലും വളരെ നന്നായിരുന്നു. ഞങ്ങൾക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. ഒരു ടെൻഷൻ ഫ്രീ ക്ലാസ് ആയിരുന്നു. ഒരു എന്താ പറയാ ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നാണെങ്കിലും ക്ലാസ് എടുക്കുന്നതാണെങ്കിലും നമുക്കൊരു ഫ്രണ്ട്ലി ആയിരുന്നു. അതാണ് ഏറ്റവും വേണ്ടത്. അതെന്തായാലും ടീച്ചർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. കുറച്ച് നമുക്ക് പഠിക്കാനാണെങ്കിലും എന്തെങ്കിലും നമുക്ക് ഒരാളിൽ നിന്ന് ക്യാച്ച് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ടീച്ചേഴ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ക്ഷമയാണ് മെയിൻ ആയിട്ടും. ഇത്രയും നമ്മുടെ ഏജ് ഡിഫറൻസ് ഉള്ള കുറെ പേരിലെ ക്ലാസ് എടുക്കുമ്പോൾ അതിന് എത്രത്തോളം റിസ്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. കാരണം പല ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി എല്ലാവരും ഡിഫറെന്റ് ആണ്. അവരെയൊക്കെ ഈക്വൽ ആയിട്ട് കണ്ട് ക്ലാസ് എടുക്കുന്നതന്നെ അതിന്റെ റിസ്ക് തന്നെ വേറെയാണ്. അതൊക്കെ വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞത് നമുക്കൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു. ആരോട് സംസാരിക്കുമ്പോഴും ആരെന്ത് പറയുമ്പോഴും ആ രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്നത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. താങ്ക് യു എന്തായാലും എല്ലാവരുടെ പേരിലും എന്റെ ഗ്രാഫിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും. ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നത് എപ്പോഴും ലാസ്റ്റ് ക്ലാസ്സിലാണ്. അപ്പൊ എന്റെ ഫോൺ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ. എക്സാം സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് സമയത്ത് തന്നെ മെസ്സേജോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിടാം മെസ്സേജ് ബോക്സിൽ. മിസ് ആക്ടിവിറ്റി ചെയ്തോട്ടെ? അയ്യോ ആക്ടിവിറ്റി ചെയ്യാനുണ്ടല്ലേ? സമയം കഴിഞ്ഞല്ലോ നമ്മുടെ. എത്ര നേരം കൊണ്ട് ചെയ്യാൻ പറ്റും? 1 മിനിറ്റ് മതി മാം. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചെയ്തോളൂ അനീഷ ചെയ്തോളൂ. അതെ, ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാണെന്നൊന്ന് പറയൂ. സുജിത ഒന്ന് പറഞ്ഞു കൊടുത്തേ. സുജിതക്ക് അറിയാം. വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മുടെ ഫോണിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ട് അതിന്റെ ഓപ്ഷൻ. ക്യാമറ തിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ. കാണുന്നില്ല. കൊറേ നോക്കിട്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ സ്പീക്കറിന്റെ തൊട്ടടുത്ത്. എന്റെ ഫോണിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഉണ്ടാവൂടാ ടോപ്പില്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ഫോൺ നമ്പർ ജസ്റ്റ് മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സാം സംബന്ധമായിട്ടോ പഠിക്കുന്നതിനോടനുബന്ധിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഏത് സമയത്തും വിളിക്കാം. അല്ലെങ്കിൽ മെസ്സേജ് ഇപ്പൊ വിളിച്ചപ്പോ ക്ലാസ്സിലാണെങ്കിൽ കട്ട് ചെയ്യും. അപ്പൊ അറിയാവേണ്ട മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ അനീഷ. ഹായ് എവരിവൺ. ടുഡേ നമുക്ക് സ്പൂണിംഗ് ഗെയിംസ് എന്നൊരു ആക്ടിവിറ്റി ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഒരു സ്മോൾ മാറ്റ് ആണ്. ടേക്ക് 1 സ്മോൾ മാറ്റ്. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു ട്രേ ആവശ്യമാണ്. Put 1 tray. Then 2 identical bowls വേണം. ഒരേപോലെ ഇരിക്കുന്ന 2 ബൗൾസ് വേണം. അതിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഗ്രെയിൻസ് വെച്ച് ഫില്ല് ചെയ്യണം. ഒരു ബൗൾ എംറ്റി ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ ഗ്രെയിൻസും നമ്മൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് താഴെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് സ്പില്ല് ചെയ്യുക, തറയിലൊന്നും വീഴാതെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഫുള്ള് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ സെയിം എക്സ്പെരിമെന്റ് തിരിച്ചും നെക്സ്റ്റ് ബോർഡിലേക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. ഇത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച് അനീഷ.
ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാം നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ Thank you, മച്ച്. ma'am. ആണ്. താങ്ക് യു മാം. താങ്ക് യു.